ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൽ നമ്മുടെ രേവതി സച്ചിക്ക് ഒരു കാറ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കാം. അപ്പോൾ നമ്മുടെ രേവതിക്ക് പൂക്കച്ചവടത്തിൽ 50,000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് രേവതി ഒരു ദിവസം മഹേഷിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ മഹേഷിനോട് പറയുന്നുണ്ട് ഇങ്ങനെ കാർ ഓടിച്ചിരുന്ന ആൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ കാർ ഓടിച്ചിരുന്ന ആളല്ലേ, പെട്ടെന്ന് ഓട്ടോ ഓടിച്ച് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ അത് കാരണം ഒരു കാറ് മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം മറ്റേ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അയ്യോ ഇതേപോലത്തെ ഒരു കാറൊക്കെ എടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ല, സെക്കൻഡ് ഹാൻഡ് എങ്ങാനും മതി എന്ന് പറയും. അപ്പോൾ സച്ചി ഒരു ദിവസം ഒരു കടയിൽ പോയിട്ട് സെക്കൻഡ് ഹാൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 80,000 രൂപ കൊടുക്കണം ആദ്യം. 3 ലക്ഷം രൂപയാണ് അത് പറഞ്ഞത്. 80,000 രൂപ ആദ്യം കൊടുക്കണം, പിന്നെ ബാക്കി അടവിന് മതിയെന്ന് പറഞ്ഞു. പക്ഷെ അവൻ 80,000 രൂപ ആദ്യം കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവനത് വേണ്ടാന്ന് വെച്ചു. അവൻ നല്ല ഇഷ്ടമായി വണ്ടിയായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ പറഞ്ഞത് അവൻ്റെ അടുത്ത് പൈസ പലിശ ഞങ്ങളുടെ കടത്തിന് വേണ്ടിയിട്ടാണല്ലോ അവൻ വെച്ചത്. അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് അവൻ കേട്ടില്ല. അവൻ പറഞ്ഞത് ആദ്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവനത് എടുക്കാതെ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് ആ വണ്ടി ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിനോട് പറയാണ്ട് കൊടുക്കാനാണ്, സർപ്രൈസ് കൊടുക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ഇവർ കൂടിയിട്ട് കടയിലേക്ക് ചെന്നു. ഓണറോട് പറയുന്നുണ്ട് ഇതിന് സച്ചിയുടെ ഭാര്യയാണ്. അപ്പോൾ അന്ന് വന്ന് നോക്കി വണ്ടി ഉണ്ടോ? 2-3 പേരൊക്കെ അത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അല്ല ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളൂ, കുഴപ്പമില്ല അതവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പോയി കാണുന്നുണ്ട്. അപ്പോൾ അവർ വണ്ടി രേവതിക്കും ഇഷ്ടമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആർക്കും കൊടുക്കരുത്. അപ്പോൾ എത്ര തരണം വെച്ചുമ്പോൾ പറയുന്നുണ്ട് 80,000 രൂപ വേണമെന്ന്. അപ്പോൾ പറയും എൻ്റെ കയ്യിൽ അത്രയില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ 50 ഉള്ളൂ, പിന്നെ 50 ലാഭം കിട്ടിയതുണ്ട്, പിന്നെ പകുതി കുറച്ച് കാശൊക്കെ അങ്ങനെ എടുത്ത് വെച്ചത് കൂടി 10 കൂടി ഉണ്ട്, പക്ഷേ ബാക്കി 20ൻ്റെയും കൂടിയും കാണണം. അപ്പോൾ ഞാനത് സംഘടിപ്പിച്ചിട്ട് വരാം, വണ്ടി ആർക്കും കൊടുക്കരുത്, ഞാൻ പോയിട്ട് നാളെ വരാമെന്നും പറഞ്ഞിട്ട് രേവതി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ദേവന് അനിയത്തിനെ കാണണം. അപ്പോൾ അനിയത്തിയോട് ഇങ്ങനെ പറയേണ്ടത് ഇതിനെക്കുറിച്ച് പറയേണ്ട. അപ്പോൾ ഏതോ പലിശക്കാരൻ്റെ കാര്യമൊക്കെ ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ ആ പലിശക്കാരൻ ഇവിടെ ഇല്ല, വേറെ പുതിയ ആളുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആളിനെ അങ്ങോട്ട് വിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പലിശക്കാരൻ വന്നിട്ട് രേവതിയുടെ പൂക്കടയൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് 20,000 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്, പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേവതി ഈ പൈസയും കൊണ്ടിട്ട് വീണ്ടും ഇങ്ങനെ കാറിൻ്റെ ഷോറൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് പറയും, അതെ ഒന്ന് കാണിക്കാൻ പറ്റും, ഒന്ന് സച്ചിയേട്ടൻ എന്നെ കണ്ടിട്ട് ആ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ ചോദിച്ചാൽ, അത് വന്ന് കണ്ടിട്ടുള്ളതാണെന്ന് പറയും. അപ്പോൾ എങ്ങനെ ഞാൻ അവനെ വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയും, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മുടെ മഹേഷ് പോയിട്ട് സച്ചിനെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ സച്ചി ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കാനുണ്ട്. അപ്പോൾ പറയുന്നത് എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്, ഈ കാറൊന്ന് വന്ന് കാണണം എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ എന്തിനാ, നിനക്ക് നോക്കി പറഞ്ഞെടുത്താൽ പോലെ, നമ്മളതിൽ ഏറ്റവും കൂടുതൽ കാറിനെ കുറിച്ച് അറിവും എല്ലാം ഉള്ളത് നിനക്കല്ലേ, നീ ഒന്ന് വന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുമെന്ന് പറയും. എന്നിട്ട് കൊണ്ടുവരും കേട്ടോ. കൊണ്ടുവരുമ്പോൾ ആദ്യം അപ്പോൾ ഒളിച്ച് നിൽക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ സച്ചി ഇത് ഞാൻ നോക്കി പോയി കാറല്ലേ, നല്ല കാറാടാ, സൂപ്പർ സാധനം, ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം എടുത്തേനെ എന്നൊക്കെ പറയാം. അപ്പോൾ ഇഷ്ടമായില്ലേ, സൂപ്പറല്ലേ, നീ എന്തിനാ കൂക്കി വിളിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല വെറുതെ വിളിച്ചതാ. അപ്പോൾ സംഭവം ഉറപ്പിക്കാമല്ലേ എന്നല്ല, ഉറപ്പിക്കാൻ എന്നോടാണോ ചോദിക്കേണ്ടത്, നിൻ്റെ കൂട്ടുകാരനോടല്ലേ ചോദിക്കേണ്ടത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് ഇഷ്ടമായി, കൂട്ടുകാരന് ഇഷ്ടമായ പോലെയാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സച്ചി പോവും. അപ്പോൾ രേവതി കാറ് മേടിച്ചിട്ട് നമ്മുടെ മഹേഷിനോട് പറയും, ഇപ്പോൾ കൊടുക്കണ്ട, നാളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ, സച്ചിനെ അമ്പലത്തേക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ട. അപ്പോൾ സച്ചി ചോദിക്കണം, അന്നത്തെ പോലെ ഏറ്റി ഇറക്കാനാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ, എന്നോട് പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇല്ല അതൊന്നും കുഴപ്പമില്ല സച്ചിയേട്ടാ വാ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടാണ് കേട്ടോ സച്ചിക്ക് ചാവി കൊടുക്കണത്. അപ്പോൾ ചാവി കൊടുക്കുമ്പോൾ അവിടെ പൂജയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേതാടെ മഹേഷ് വന്നിട്ടുണ്ട്, വണ്ടി അപ്പോൾ എവിടെയാണോ പൂജിക്കണേ, നിൻ്റെ ഫ്രണ്ടിൻ്റെ ഇഷ്ടമായി മേടിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി കേട്ടോ. അപ്പോൾ ചാവി അങ്ങോട്ട് കൊടുക്കും. അപ്പോഴാണ് സച്ചിക്ക് മനസ്സിലാവണത്. അപ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ സച്ചിക്ക്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്, അടുത്ത് തന്നെ വരും. അപ്പോൾ നമുക്ക് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം കേട്ടോ, ആരും മിസ്സാക്കേണ്ട, വളരെ നല്ല എപ്പിസോഡാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.